മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ഇന്നലെ മൊത്തം ചെയ്തത് MCQs ആയിരുന്നു. ഇന്ന് മൊത്തം നമ്മൾ ചെയ്യാൻ പോണത് OTQs ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ use the tokens to complete the following definitions in accordance with IAS 36 impairment of asset. Okay അല്ലേ? അപ്പൊ an asset is impaired if it's എന്ത് dash is dash than the recoverable amount. അതായത് റിക്കവറബിൾ അമൗണ്ടും എന്തും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമ്പയർമെന്റ് കിട്ടാൻ മക്കളെ? ക്യാരിങ് അമൗണ്ടും. എന്നിട്ട് ക്യാരിങ് അമൗണ്ട് എന്തായിരിക്കണം? ഗ്രേറ്റർ ആയിരിക്കണം. The recoverable amount of an asset is defined as higher of fair value less cost to disposal and value in use. ഇതുവരെ ഓക്കെ ആണോ? Yes, sir. ഞാൻ അടുത്തത്. Prior to considering any impairment, what is the carrying amount of telepaths plant at the and the balance on the revaluation surplus account on 30 September 2013 ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇമ്പയർമെന്റ് വരുന്നതിന്റെ മുമ്പത്തെ ക്യാരിങ് വാല്യൂ അല്ലേ ചോദിച്ചത്? Yes, sir. അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് പ്ലാന്റിന്റെ വാല്യൂ എത്ര ഉണ്ടായിരുന്നു? 750. യൂസ്ഫുൾ ലൈഫ് എത്ര ഉണ്ടായിരുന്നു? 5 years. 2013 ഏപ്രിലിന് plant would last for 3.5 years with a fair value of 560 എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? Yes. ഇനി പറയ്, എങ്ങനെയാണ് നമ്മള് ക്യാരിങ് വാല്യൂ കാണാം മക്കളെ? ഫസ്റ്റ് ഏപ്രിൽ 2013 വരെയുള്ള ക്യാരിങ് വാല്യൂ കണ്ടുപിടിക്കണം. എത്രയാണ്? പറയും മക്കളെ, എങ്ങനെയാ കണ്ടുപിടിക്കാം? ടൂ 2010 to 11, 11 to 12 എന്തായാലും എത്ര ഇയർ കഴിഞ്ഞിട്ടുണ്ട്? 2 years കഴിഞ്ഞു. 2 years മാത്രമാണോ കഴിഞ്ഞത്? അല്ല, 6 months കൂടി. 6 months കൂടി. 6 months കൂടി ഉണ്ട്. അപ്പൊ നമ്മുടെ ടോട്ടൽ വാല്യൂന്ന് അത് മൊത്തം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ക്യാരിങ് വാല്യൂ. പക്ഷെ അങ്ങനെ വരുമ്പോ അത് ഏപ്രിലിന്റെ ക്യാരിങ് വാല്യൂ അല്ലായിരിക്കുക. പ്ലാന്റിനെ റീവാല്യൂ ചെയ്തിട്ടുണ്ടല്ലോ ഏപ്രിലില്, ഇല്ലേ? യെസ് സർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലൈഫ് അത് കഴിഞ്ഞിട്ട് എത്രയുള്ളോ? പറഞ്ഞ മക്കളെ. മക്കളെ അവിടെ എഴുതി തന്നിട്ടുണ്ട്, ഒന്ന് നോക്കിയേ. അതായത് നിങ്ങളിപ്പോ ഈ 750 വെച്ച് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴും എല്ലാ കുട്ടികൾക്കും കുറെ ടൈം വേസ്റ്റ് ആവണതിന്റെ റീസൺ ആണ് ഞാൻ പറയുന്നത്. നമ്മളോട് ഇവിടെ ഇമ്പയർമെന്റ് എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞത്?
കൺസിഡർ ചെയ്യണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഇത് ഇമ്പയർമെന്റ് അല്ലായിരുന്നു. 1st ഏപ്രിലിന് ഫെയർ വാല്യൂ കൂടുതലാണ് അല്ലേ? അപ്പൊ ഇത് എന്താണ്? റീവാലുവേഷൻ ആണ്. അതുകൊണ്ടാണ് റീവാലുവേഷൻ സർപ്ലസിന്റെ ബാലൻസ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ അല്ലേ? ആ റീവാലുവേഷൻ സർപ്ലസിന്റെ ബാലൻസ് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് വേണ്ടത് പറഞ്ഞേ? ക്യാരിങ് വാല്യൂ അറിയേണ്ടത്. അപ്പൊ ഏറ്റവും ഈസിയസ്റ്റ് വേ ടു കണ്ടുപിടിക്കൽ ക്യാരിങ് വാല്യൂ എന്താണ്? പറയും മക്കളെ. Revaluation 560 ആണ് amount. റീവാല്യൂഡ് എമൗണ്ട് ഡിവൈഡഡ് ബൈ 3.5 ഇയേഴ്സ് ഇൻറ്റു 6/12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 80 കിട്ടും. വിച്ച് ഇസ് നമ്മുടെ ഇയർ എൻഡ് വരെയുള്ള എന്ത് ഡെപ്രീസിയേഷൻ. 560 80 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 480. 480 കിട്ടും. ഇതുവരെ ഓക്കെ ആണോ? Yes, sir. ഇനി രണ്ടാമത്തത്, നമുക്ക് 375 ആയിരുന്നു ക്യാരിങ് വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്ന. ക്യാരിങ് വാല്യൂ ആണ് ഇന്ന് 560 ആയത് അല്ലേ? അപ്പൊ 375 560 ആവണമെങ്കിൽ എത്ര വരും? 185 വരും. എത്ര വരും? 185. അപ്പൊ അതായിരിക്കും എവിടെ പോയിട്ടുണ്ടാവുക? റീവാലുവേഷൻ സർപ്ലസിൽ പോയിട്ടുണ്ടാവുക. അപ്പൊ ഇതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ എല്ലാവർക്കും ഓക്കെ ആണോ? ഞാൻ എന്താ ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇത് കാൽക്കുലേറ്റർ വെച്ച് കാണിച്ചു തരാം. അതായത് തുടക്കത്തിൽ 750 ഉണ്ടായിരുന്നു, ഡിവൈഡഡ് ബൈ 5 ചെയ്തു, അപ്പൊ 150 വന്നു, ഇൻറ്റു 2.5 375 ഡെപ്രീസിയേഷൻ വരും. മൈനസ് 750 ചെയ്ത സമയത്ത് എനിക്ക് 375 ആണ് ക്യാരിങ് വാല്യൂ കിട്ടിയത്. ഓക്കെ അല്ലേ? ഈ 375 ആണ് എത്രയായത് ഇന്ന്? 560 ആയത്. അപ്പൊ എത്രയുണ്ട് ഇതുണ്ട് മക്കളെ? 185 നമുക്ക് സർപ്ലസ് ഉണ്ട്. ഇനി തൊട്ട് എസിന്റെ വാല്യൂ ഏതായിരിക്കും? 560 ആയിരിക്കും പുതിയ വാല്യൂ. ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് അവര് തന്നിട്ടുണ്ട് 3.5 160. അതിന്റെ പകുതി 6 മാസമല്ലേ കഴിഞ്ഞിട്ടുള്ളോ? 160ന്റെ പകുതി എത്രയാ? 80. അപ്പൊ 560ന്ന് 80 എടുത്ത് കളഞ്ഞ എത്ര ബാക്കി ഉണ്ടാവും? 480. അങ്ങനെയാണ് 480യും എന്തും വന്നത്? 185 വന്നത്. ഇതുവരെ ഓക്കെ ആണോ? Yes, sir. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. Calculate the value of Telepath's plant to the nearest എന്താണ്? തൗസൻഡ്സ്. വാല്യൂ ഇൻ യൂസ് ഓഫ് പ്ലാന്റ് ആണ് ചോദിച്ചത്. വാല്യൂ ഇൻ യൂസ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഈ സാധനങ്ങള് ഇയറും ഇയറിന്റെ ഇതും തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 220
into 0.91, 180 into 0.83, 200 into 0.75. എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. മൂവ് ചെയ്യും. എത്ര വന്നത്? ഇല്ല, കേഴ്സർ ഒന്ന് മൂവ് ചെയ്യാം, നമ്പർ കാണില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഓക്കെ ആണോ? ആ, ഇപ്പൊ കാണില്ല. 500. 500, 499 അല്ലെങ്കിൽ 500 ഏത് വന്നാലും we are going to get the correct answer. ഓക്കെ അല്ലേ? SC രണ്ട് ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ 499 ഇട്ടാലും എന്ത് തന്നെയായിരിക്കും? കറക്റ്റ് ആൻസർ ആയിരിക്കും. അല്ലെങ്കിൽ 500 ഇട്ടാലും നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? Okay, sir. ഇനി which of the following statements are true in accordance with IAS 36 impairment of an asset ആണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? A cash generating unit is the smallest identifiable group of assets which an individual cash flow can be identified. അല്ലേ? അപ്പൊ 1 എന്തായാലും കറക്റ്റ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് 1 ഉള്ള ഓപ്ഷൻസ് ഒന്നുമില്ലെങ്കിൽ 1 ഓൺലി അല്ലെങ്കിൽ 1 and 3 ആണ്. അപ്പൊ 2 എന്തായാലും തെറ്റാണെന്നുള്ളത് നമുക്ക് ഉറപ്പായി. ഇനി when it is not possible to calculate recoverable amount of a single asset, then recoverable amount of the cash generating unit should be measured instead. കറക്റ്റ് അല്ലേ? അതായത് നമുക്ക് ഇത് സ്മോളസ്റ്റ് ഐഡന്റിഫയബിൾ ഗ്രൂപ്പ് ആയിട്ട് കാണേണ്ട ആവശ്യം എന്താ വരുന്നത്? സിംഗിൾ അസറ്റ് ആയിട്ട് ചിലപ്പോൾ എന്ത് റിക്കവറബിൾ എമൗണ്ട് മെഷർ ചെയ്യാൻ പറ്റുണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനെ എന്തായിട്ട് മെഷർ ചെയ്യണത്? CGO ആയിട്ട് മെഷർ ചെയ്യണത് നമ്മള്. ഓക്കെ അല്ലേ? അപ്പൊ 1 and 3. Yes. ഇനി അടുത്തത് calculate the carrying amount of our company's plant after the impairment loss has been allocated correctly. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് ഇമ്പയർമെന്റ് ലോസ് അലോക്കേറ്റ് ചെയ്യണത്? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഈ പാർട്ട്. അതല്ല ആർ കമ്പനി. ഓക്കെ, അപ്പൊ 12,000 ഉണ്ടായിരുന്നു. അവിടെ ടോട്ടൽ ഇമ്പയർമെന്റ് എത്ര ഉണ്ട്? 3.5 ഉണ്ട്. ആരെങ്കിലും സ്പെസിഫിക്കലി ഇമ്പയർഡ് ആണെന്ന് പറയണ്ട മക്കളെ? ഇല്ല. ഇല്ല. അപ്പൊ ആദ്യം തന്നെ ഇമ്പയർമെന്റ് ആർക്ക് കൊടുക്കണം? Goodwill. ഗുഡ്വില്ലിന് കൊടുക്കണം. ഗുഡ്വില്ലിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 1.5 ബാക്കി ഉണ്ടാവും അല്ലേ? കറന്റ് അസറ്റ്സിന് കൊടുക്കും വേണ്ട. പിന്നെ ആ 1.5 ആരൊക്കെ ഷെയർ ചെയ്യും മക്കളെ? ബിൽഡിംഗും പ്ലാന്റും. ബിൽഡിംഗും പ്ലാന്റ്. അപ്പൊ പ്ലാന്റ് അല്ലേ ചോദിച്ചത്? 1.5 into 3,500 divided by 7,500 എത്ര വരും? 700. എത്ര വരും? 700. അപ്പൊ നമ്മളുടെ പ്ലാന്റിന്റെ ക്യാരിങ് വാല്യൂ അല്ലേ ചോദിച്ചത്? അപ്പൊ 3,500 700 പോയാൽ എത്ര വരും? 2,800. എല്ലാവർക്കും ഓക്കെ ആണോ? ശരിക്കും ഈ OT കേസ് നല്ലൊരു OT കേസ് ആയിരുന്നു. ഇതിൽ അത്യാവശ്യം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന OT കേസ് ആണ്. ഓക്കെ അല്ലേ? ഇനി IFRS 5 ആയിട്ടുള്ള ഹെൽപ്പ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആവണമെങ്കിൽ എങ്ങനെയാണ്? ഒന്ന് എന്തായിരിക്കണം? അതൊരു
മേജർ ലൈൻ ബിസിനസ്. മേജർ ലൈൻ ഓഫ് ബിസിനസ് ആയിരിക്കണം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ പിന്നെന്തായിരിക്കണം? It has been sold or classified as Held for sale. held for sale ആയിരിക്കണം. ഇത് ഭയങ്കര ഡയറക്റ്റ് ആയിരുന്നു. പിന്നെ അടുത്തത് നമുക്ക് കുറച്ച് ഇതുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ മക്കളെ. കണ്ടീഷൻസ് സെയിൽ ഹൈലി പ്രോബബിൾ ആവണമെങ്കിൽ എന്തൊക്കെയാണ്? ബയറിനെ കൺഫേം ചെയ്യണം നിർബന്ധമാണോ? വേണ്ട, തപ്പി തുടങ്ങിയാൽ മതി. എസെറ്റ് മസ്റ്റ് ബി മാർക്കറ്റഡ് അറ്റ് എ റീസണബിൾ പ്രൈസ്. മാനേജ്മെന്റ് മസ്റ്റ് നെവർ ബാക്ക് ഔട്ട് ഫ്രം ദി സെയിൽ എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് മാനേജ്മെന്റ് മസ്റ്റ് ബി കമ്മിറ്റഡ് ടു ദി പ്ലാൻ ടു സെൽ ദി എസെറ്റ്. അതും വരും. The sale must be expected within 6 months ആണോ? അല്ല, within 12 months. 12 months. 12 months. ഞാൻ അടുത്തത് calculate the staff cost associated with closure of a factory that should be charged to profit and loss ആണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? ഫാക്ടറി നമ്മൾ പൂട്ടാൻ പോവാണ് മക്കളെ. ഫാക്ടറി പൂട്ടുന്ന സമയത്ത് പ്രൊവിഷൻ വെക്കണമെങ്കിൽ നമുക്ക് റീട്രെയിനിങ്ങും അതേപോലെ കണ്ടിന്യൂയിങ് സ്റ്റാഫ് റീഅലോക്കേറ്റിംഗിനൊന്നും എന്ത് വെക്കാൻ പറ്റൂല? Provision. പ്രൊവിഷൻ വെക്കാൻ പറ്റൂല അല്ലേ? Yes. ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചത്? ഇതായിപ്പോ നോക്കിയേ, എത്ര എംപ്ലോയീസ് ഉണ്ട് മക്കളെ? 250 എംപ്ലോയീസ് ഉണ്ട്. അതിൽ 50 വിൽ ബി എന്ത്? Retained. അപ്പൊ ഇവിടെ ബാക്കി എത്രയുള്ളോ? 200. 200. ആ 200 ആൾക്കാർക്ക് ആവറേജ് റിഡൻഡൻസി കോസ്റ്റ് എത്ര വരും? 5,000 each. 5,000 each. അപ്പൊ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ എത്ര വരുന്നുണ്ടെന്ന്? 1,000 അല്ലേ? Yes. ഇവിടെ 000 ഓൾറെഡി ഉള്ളതുകൊണ്ട് 1,000. ഓക്കെ ആണോ? സാർ പറയൂ. ഈ ക്വസ്റ്റ്യനിലെ പി ആൻഡിലേക്ക് എത്ര ചാർജ് ചെയ്യുന്നല്ലേ ചോദിച്ചത്? അപ്പൊ ഞാൻ വിചാരിച്ചു ക്യാപിറ്റലൈസ് ചെയ്യാണ്ട് ബാക്കി എക്സ്പെൻസ് ആയിട്ട് എത്ര ഇത് ക്യാപിറ്റലൈസ് ചെയ്യണതല്ല, നമ്മള് പ്രൊവിഷൻ വെക്കണതല്ല. പ്രൊവിഷൻ വെക്കുമ്പോ നമ്മള് ലയബിലിറ്റി ആയിട്ട് കാണിക്കും. അത് ക്രെഡിറ്റ് എൻട്രി. ഡെബിറ്റ് എൻട്രി എവിടെയാ പോവാ? പി ആൻഡിലാണോ? എനിക്കത് ഞാൻ വിചാരിച്ചു നമ്മള് പ്രൊവിഷൻ വെക്കുന്നത് മനസ്സിലായി, നമ്മുടെ കണ്ടിന്യൂസ് റിഡൻഡൻസി കോസ്റ്റ് വരുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് എക്സ്പെൻസ് ആയിരിക്കില്ലേ എന്ന് വിചാരിച്ച് ബാക്കിയാ ചെയ്തത്. എക്സ്പെൻസ് അല്ല, അല്ലല്ലേ ഇവിടെ ചോദിച്ചത്? എന്താണെന്ന് വെച്ചാ ക്ലോജർ ഓഫ് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എത്ര P&L പോകുന്നാണ് ചോദിച്ചത്. അത് അവർ കൺഫ്യൂസ് ചെയ്യാൻ തന്നെയാണ് അങ്ങനെ ചോദിച്ചത്. കാരണം എപ്പോഴും ആലോചിച്ചോളൂ, വാട്ട് എവർ യു കീപ് ആസ് പ്രൊവിഷൻ, ന്യൂ പ്രൊവിഷൻ വുഡ് ഓൾവേസ് റിഫ്ലക്ട് എവിടെ? P&L. P&L. Okay. Okay. Okay, sir. What is the gain or loss to be recognized? എവിടെ? ഒരു സെക്കൻഡ് കേട്ടോ മക്കളെ, ഞാൻ ഒന്ന് ചാർജർ ഒന്ന് കണക്ട് ചെയ്യട്ടെ.
സോറി കേട്ടോ മക്കളെ, ഇതൊരു ഓക്കെ ആണോ? ഇനി നമുക്ക് ഇവിടെ എന്താണ് ഗെയിൻ ഓർ ലോസ് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ ആണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാ മക്കളെ? Factory's plant had a carrying amount of 2.2, but it is expected to sell for എത്ര 500, incurring a cost of എത്ര മക്കളെ? 50,000. 50,000. അപ്പൊ 500 minus 50. 50. മൈനസ് 50 എത്ര വരും? 450. 450. 450. അത് കഴിഞ്ഞിട്ട് അവരെന്ത് പറഞ്ഞു? The factory building is expected to sell for a profit of എത്ര? 1.2 million. 1,200. 1,200. 1.2. ഇനി 1.2 എന്താണെന്നാണ് പറയണത്? Profit. പ്രോഫിറ്റ് ആണെന്നല്ല പറയണത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊന്ന് നോക്കിയേ. നമ്മൾ എത്രയ്ക്കാണ് വിൽക്കാൻ പ്ലാൻ ചെയ്തത്? 0.45 വിൽക്കാൻ പ്ലാൻ ചെയ്തത്. 0.45 മില്യൺ അല്ലേ? Yes. അത് ഫാക്ടറി പ്ലാന്റ്. പിന്നെ ഫാക്ടറി ബിൽഡിംഗ് ആണ് നമുക്ക് എത്ര പ്രോഫിറ്റ് വന്നിട്ടുള്ളത്? 1,200. 1.2. അപ്പൊ ഇവിടെ എത്രേന്റെ ഗെയിൻ വരുന്നുണ്ട് നമുക്ക്? അല്ല, എത്രേന്റെ ഗെയിൻ ഓർ ലോസ് വരുന്നുണ്ട്? ഇവിടെ 2.2ന്റെ സാധനമാണ് നമ്മൾ എത്രക്ക് വിൽക്കാൻ പോയത് മക്കളെ പറഞ്ഞേ? 1.75. 450ക്ക് വിൽക്കാൻ പോയത്. അപ്പൊ 2,200 മൈനസ് 450 എത്ര വരും? 1.75. 1.75. ഇവിടെ 2.2 മൈനസ് 0.45. 1.75 എന്ത് വന്നിട്ടുണ്ട്? ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കണം, നോക്കിയേ, നല്ല വൃത്തിക്ക് ഒരു വാക്ക് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണ്? Factory health. ഇവിടെ ഒരു എടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഫാക്ടറിയില് നമുക്ക് വരുന്ന സമയത്ത് ഏറ്റവും വലിയ ഡൗട്ട് വരാൻ പോണത് എന്താണ്? ദാറ്റ് ഇസ് ഫാക്ടറീസ് പ്ലാന്റ് ഹാഡ് എ ക്യാരിങ് amount of 2.2 and the factory's building is expected to sell for a profit of 1.2. ഓക്കെ അല്ലേ? അപ്പൊ ഒരെണ്ണം പ്ലാന്റും ആണ്, ഒരെണ്ണം ബിൽഡിങ്ങും ആണ്. ആൻഡ് ഇവരെന്ത് ചെയ്തു? രണ്ടിനും ഫാക്ടറീസ് പ്ലാന്റും ഫാക്ടറി ബിൽഡിംഗും പറഞ്ഞു. അപ്പൊ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എടുക്കണം എന്നല്ലേ? പക്ഷെ നമ്മൾ ഏത് മാത്രം എടുക്കുള്ളൂ? പ്ലാന്റ് മാത്രം എടുക്കുള്ളൂ. Can you tell me why are we not taking buildings profit? ഈ വാക്ക് കാരണം. എന്താണ് ആ വാക്ക്? Expected. വിറ്റിട്ടുണ്ടോ? No. ലോസസ് പ്രോബബിൾ ആയ കാണിക്കാൻ പറ്റും, പക്ഷെ പ്രോഫിറ്റ്സ് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഓൾറെഡി മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എടുക്കേണ്ടത്. യെസ്, ഓൾറെഡി മെയ്ഡ് എന്ന് പറയുകയാണെങ്കിൽ അത് എടുക്കേണ്ടി വന്നേനെ. അങ്ങനെയാണെങ്കിൽ 0.55 മില്യൺ ലോസ് ആയിരിക്കില്ലേ? യെസ്, നിങ്ങക്ക് അങ്ങനെ അത് തെറ്റിയിട്ടുണ്ടാവാം അല്ലെ ചെയ്തപ്പോ? ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് അത് എടുക്കാഞ്ഞതെന്ന്? ഈ വാക്ക് വന്നോണ്ടാട്ടാ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇങ്ങനത്തെ വാക്കുകൾ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ അല്ലേ?
അപ്പൊ സെന്റൻസ് മൊത്തം അവോയ്ഡ് ചെയ്യല്ല. ആ ഇൻ റെസ്പെക്ട് ടു ലീസ് ആൻഡ് പെനാൽറ്റി പേയ്മെന്റ്സ് പ്രൊവിഷൻ എത്ര വെക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ the company also leased several machines in the factory which have an average 11 months to run. 30th September 2000. The present value of future lease payments was 1 million. However, the lessor has stated that they will accept. അല്ല ഇത് കോമ്പൻസേഷന്റെ അല്ലല്ലോ. ഫുൾ സെറ്റിൽമെന്റ് 850 ആണ്. പിന്നെ പെനാൽറ്റി പേയ്മെന്റ്സ് ഡ്യൂ ടു non-competence of supply contracts is estimated to be 205%, which is expected to be recovered from the insurers. Okay. അപ്പൊ ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രൊവിഷൻ എത്ര വേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത് അല്ലേ? യെസ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്താ നോക്കുക? ഓണറസ് കോൺട്രാക്ട് ഒക്കെ ആവുമ്പോ അൺഅവോയ്ഡബിൾ കോസ്റ്റ് ഒക്കെ കയറി വരുമ്പോ ഓണറസ് കോൺട്രാക്ട് ആണ്. അപ്പൊ നമ്മൾ എന്താ നോക്കുക? ലോവർ ഓഫ് കോസ്റ്റ് ഓഫ് ഫുൾഫില്ലിംഗ് ഇറ്റ്, അല്ലെങ്കിൽ അതിൽ നിന്ന് അടയ്ക്കാനുള്ള പെനാൽറ്റി. ഓക്കെ അല്ലേ? പെനാൽറ്റി എത്രയാണ്? 250%. 250% എത്രയുണ്ട്? 100,000. 100,000. 100,000 അല്ലേ? ആൻഡ് ഇത് എന്ത് ചെയ്യുകയാണെങ്കിൽ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ എത്രയാ വരാ? 850 അല്ലേ? Yes. അപ്പൊ നമ്മൾ ഏതാ എടുക്ക? സാർ രണ്ടു സെപ്പറേറ്റ് കേസ് അല്ല. ഒരു സെക്കൻഡ്, ഇത് എത്രയായിരുന്നു? പെനാൽറ്റി പേയ്മെന്റ്സ് 100,000. The present value of future lease payments was 1 million. The lessor has stated that they will accept 850 as a full settlement. അല്ലടാ, ഇതിൽ മാത്രം ഇത് പെനാൽറ്റി മാത്രല്ല വരുന്നുള്ളൂ. സെപ്പറേറ്റ് അല്ലേ? അല്ല, നമ്മളോട് ചോദിച്ചത് ഇൻ റെസ്പെക്ട് ഓഫ് ലീസസ് ആൻഡ് പെനാൽറ്റി. ഇത് രണ്ട് സാധനം ചോദിച്ചിട്ടുണ്ട്. രണ്ടും എടുക്കണ്ടേ? രണ്ടും എടുക്കണ്ടേ? രണ്ടും എടുക്കണം. അതായത് പെനാൽറ്റീന്റെ ഇപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു, എത്രയായിരുന്നു? 100,000. 100,000 കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? എങ്ങനെയാ 100,000 കാൽക്കുലേറ്റ് ചെയ്തത്? പക്ഷെ എക്സ്പെക്റ്റഡ് അല്ലേ? അപ്പൊ അത് എക്സ്പെക്റ്റഡ് അല്ല. അതന്നെ ഞാനും ചോദിക്കുന്നത്, എങ്ങനെ 100,000 കാൽക്കുലേറ്റ് ചെയ്തത്? 200 തന്നെ എടുക്കണ്ടേ നമ്മള്? 200 തന്നെ എടുക്കണം. വെരി ഗുഡ്. ഓക്കെ, ഒരാള് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയും. ഇവിടെ ഏതെടുക്കാം? 1 million എടുക്കോ 850 എടുക്കോ? 850 എടുക്കും. വെരി ഗുഡ്. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ നമുക്ക് 200 എടുക്കേണ്ടി വന്നത്? 50% റിക്കവർ ചെയ്യാൻ പറ്റും എന്ന് പറയണത് എന്താണെന്ന് പറയണത്? എക്സ്പെക്റ്റഡ്. അത് എന്ത് പറയണം? ഏത് പേര് എന്നായിരുന്നു എടുക്കണെങ്കിൽ? 50% will be recovered or something.
ഷുവർ 50% റിക്കവേർഡ് അല്ലെങ്കിൽ വെർച്വലി സർട്ടൺ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പൊ 850 പ്ലസ് 200 എത്ര വരും? സർ ഇത് ഗെയിൻ 1.05. ആവുന്നതാണോ നമുക്ക്? സർ ആ അപ്പം പറയും മക്കളെ. നമുക്കത് എക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കാത്ത കാരണം അതൊരു ഗെയിൻ പോലെ ആയതുകൊണ്ടാണോ? ആ അതായത് റിക്കവർ കിട്ടും ചെയ്യണതല്ലടാ, തിരിച്ചു കിട്ടണ കാശല്ലേ ഓക്കെ. ഇൻഷുറൻസിന്ന്. അതായത് നമുക്ക് നമുക്കത് ഗെയിൻ എന്തായാലും ആയത് 200 ആ, ചെലവുണ്ട്, പക്ഷെ 100 ഉം, തിരിച്ചു കിട്ടും എന്നാണ് പറയണത്. പക്ഷെ ആ 100 തിരിച്ചു കിട്ടുന്നത് ഉം. ഉറപ്പായിട്ടുണ്ടോ? ഇല്ല. അത് ഉറപ്പായിട്ടില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റൂല, ഒഴിവാക്കാൻ പറ്റൂല. ഓക്കെ. വെക്കുമ്പോ മൊത്തം 200-ന് എന്ത് വെക്കണം? പ്രൊഫഷൻ. പ്രൊവിഷൻ വെക്കണം. അപ്പൊ 850 പ്ലസ് 200 is 105. 105 അല്ലേ? യെസ്. ഓക്കെ മക്കളെ, അടുത്തത് പറയും. സർ ബട്ട് നമ്മള് പ്രൊവിഷൻ വെക്കുമ്പോൾ ലോവർ ഇതിൽ ഏതെങ്കിലും കുറഞ്ഞതിൽ എടുക്കാറുള്ളൂ? ഏത് പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കുറവ് വരുന്നത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആടാ, രണ്ടും കൂടി ആഡ് ചെയ്ത് അല്ലല്ല, ഞാൻ ഒന്നും കൂടി എടുക്കാതെ. ഇതേ ഇവിടുത്തെ കേസില് ഇൻ റെസ്പെക്ട് ഓഫ് ലീസസ് ആൻഡ് പെനാൽറ്റി പേയ്മെന്റ്സ് എത്ര പ്രൊവിഷൻ വേണമെന്നാണ് ചോദിക്കുന്നത്. ഇത് ലീസിന്റെ കഥയാണ്, ഇതാണ് പെനാൽറ്റി പേയ്മെന്റ്സിന്റെ കഥ. പെനാൽറ്റി പേയ്മെന്റ്സിന്റെ കഥയിൽ ലോവർ ആണ് എടുക്കേണ്ടത്, പക്ഷെ അത് മാത്രമേ തന്നിട്ടുള്ളൂ, ഫുൾഫിൽ ചെയ്യാനുള്ള തന്നിട്ടില്ല. ഓക്കെ. ഓക്കെ അല്ലേ? ഇത് രണ്ടും രണ്ടാണ്, പക്ഷെ രണ്ടും ഇവിടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആൻഡ് ആണ് ഇവിടെ അത് രണ്ട് ഡിഫറെന്റ് സാധനങ്ങൾ എടുക്കാനുള്ള സാധനമായിട്ട് കയറി വന്നത്. ഓക്കെ അല്ലേ? ഓക്കെ സർ. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ റീഡിങ്ങിലാണ് എന്തെങ്കിലും എന്ത് വരുന്നത്, തെറ്റി പോണത് ശരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ. ഓക്കെ. അപ്പൊ മക്കളെ പറയും, ഫിനാൻഷ്യൽ അസറ്റ് എന്തൊക്കെയാണ്? ക്യാഷ് ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് എന്താണ്? ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ നോക്കിയേ, റെസിഡ്യൂവൽ ഇൻകം ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇവിടെ പറയേണ്ടത് റെസിഡ്യൂവൽ ഇൻട്രസ്റ്റ്, ദാറ്റ് ഇസ് അസറ്റ്സ് ഓഫ് എൻ എൻറ്റിറ്റി എടുത്തിട്ട് അതിൽ നിന്ന് എല്ലാ ലയബിലിറ്റിയും ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് അസറ്റ്. ആ നെറ്റ് അസറ്റിന്റെ ഇക്വിറ്റി. യെസ്. ഇനി ഫിനാൻഷ്യൽ ലയബിലിറ്റി ഇതല്ലേ? ഇനി ഇക്വിറ്റി കിട്ടണില്ലെങ്കിൽ ലയബിലിറ്റി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി വരുന്നത് ഇക്വിറ്റിയിൽ ഇട്ടാലും മതി. A contract to exchange financial instrument with another entity under a condition that is potentially unfavorable വരുമ്പോഴല്ലേ ഫിനാൻഷ്യൽ ലയബിലിറ്റി വരാ? യെസ്. In respect of a financial asset, what amount should be included in other comprehensive income for the year ended 30th September ആണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഫിനാൻഷ്യൽ അസറ്റിന്റെ ഇതെടുക്കാം. ഷെയർസ് എത്രയാണ്? ഷെയർസ് 10,000 ഷെയർസ് ഫോർ 3.5. അപ്പൊ എത്ര വരും? 10,000 സോറി 35,000 അല്ലേ? യെസ്. ഇൻറ്റു 1% കൂടി ആഡ് ആവണ്ടേ ട്രാൻസാക്ഷൻ കോസ്റ്റ്? യെസ്. മക്കളെ ഇത് ഫെയർ വാല്യൂ ത്രൂ OCI അല്ലേ ചോദിച്ചത്? അപ്പൊ ഇത് എന്താണ്? ഓൾട്ടർനേറ്റീവ് മെത്തേഡ് അല്ലേ?
ഓൾട്ടർനേറ്റീവ് മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ കോസ്റ്റ് Transaction cost ക്യാപിറ്റലൈസ് capitalize ചെയ്യും. ക്യാപിറ്റലൈസ് ചെയ്യും. എന്നിട്ട് ഇത് 4.5 ആയി എന്ന് പറഞ്ഞാൽ 45,000 ആയി. അപ്പൊ ഇതും 45,000 ഡിഫറൻസ്. 9650. ഓക്കെ അല്ലേ? ഇത് ഈസി അല്ലായിരുന്നു മക്കളെ? Yes, sir. Yes. Yes, sir. ഇനി എനിക്ക് തോന്നുന്നു കുറെ പിള്ളേർക്ക് ഈ OTKs വരുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് എവിടെ നിന്ന് വായിച്ച് തുടങ്ങണം, ഏത് ഭാഗമാണ് ചോദിക്കുന്നത്, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ക്വസ്റ്റ്യൻ നല്ല വൃത്തിക്ക് നോക്കിയിട്ട് ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ ഭാഗം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ? Yes, sir. മക്കളെ ആ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ടാണ് ഞാൻ ഷെയർ ഹോൾഡിംഗ് ബി എടുക്കാഞ്ഞത്? അത് ഷോർട്ട് ടേം ആയതുകൊണ്ട് ട്രാൻസാക്ഷൻ ഷോർട്ട് കോസ്റ്റ് ടേം ആയിട്ട്. ഷോർട്ട് ടേം ആവണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് വാങ്ങിയിരിക്കണതായിരിക്കും? ട്രേഡിംഗ്. Trading. Very good. Calculate the total amount that will be charged to statement of profit and loss for the year ended 30th September in respect of income tax. മക്കളെ പറഞ്ഞ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Current year estimate 28 million. Okay അല്ലേ? Sir. Debit balance represents under or over absorption. അപ്പൊ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? Provision. Under. Lower provision. Under Under provision. provision. അണ്ടർ പ്രൊവിഷൻ. അണ്ടർ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണ്ടേ? Yes. Yes, sir. കാൽക്കുലേറ്റർ എടുക്കാം. 28,000 പ്ലസ് 2,400 പിന്നെ എന്തും കൂടി വരും? മൂവ്മെന്റ് വരും. 900. മൂവ്മെന്റ് എത്ര വരുന്നത്? 1,900. എത്ര മക്കളെ? 1,900. 1,900. അതെങ്ങനെയാണ് വരുന്നത്? നമ്മുടെ 4.4 4.4 minus ഉണ്ടായിരുന്നു, അത് എത്രയായി മാറി? 2.5. 2.5 ഉള്ളത് 4.4. 2.5 ഉള്ളത് 4.4. 4.4 ആയി മാറി. ആണോ? Yes. അപ്പൊ എത്ര കൂടി? അപ്പൊ കൂടല്ലേ ചെയ്തത്? 1,900. 1,900 ആണോ? 900. ആ ഓക്കെ. അപ്പൊ എത്രയാ നമ്മുടെ 32 to 300. 300. ഓക്കെ അല്ലേ? Yes, sir. തൗസൻഡ്സിൽ എഴുതുന്ന സമയത്ത് 3230. ഓക്കെ ആണോ? സീറോ വരത്തില്ലേ സർ? Sir, ഒരു സീറോ കൂടി ഉണ്ടാവില്ലേ? എത്രയാണ്? 300 അല്ലേ? അതായത് നമ്മളിപ്പോ എല്ലാം മില്യൺസിന്റെ 32 million അല്ലേ? യെസ്. ഓക്കെ. ഇത് ഓക്കെ ആണോ? Yes, sir.
നമ്മളോട് ചോദിച്ചത് ഇത് തന്നെയല്ലേ, ടാക്സ് എക്സ്പെൻസ് അല്ലേ? ഓക്കെ, Tax expense in the P&L. Yeah. അടുത്തത് പറഞ്ഞ മക്കളെ. What is the total amount of revenue which may be recognized for a contract with our company for the year ended 30th September? അപ്പോൾ ഇവിടെ ടാക്സ് വന്നു, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വന്നു, റവന്യൂ വന്നു. CS sold what product to R for a total of 10 million എന്നാണ് പറയണത് അല്ലേ? Which includes service of a product for 3 years. Okay അല്ലേ? And the product is normally sold at a standalone price of എത്ര മക്കളെ? 10 million. 10 million. Servicing has a standalone price of എത്ര? 0.8 million. 0.8 million. അപ്പൊ ഇത് ഏത് ടൈപ്പ് ബണ്ടിൽ പ്രൊഡക്റ്റ് പോലത്തെ സാധനമാണ്. അതായത് 0.8 into 3 എത്ര വരും? 0.4. 2.4. എത്ര വരാം? 2.4. 2.4. 2.4 പ്ലസ് 10 എന്ന് പറയുന്നത് ശരിക്കും എത്രേന്റെ സാധനമാണ്? 12.4ന്റെ സാധനമാണ് ഇവർ എത്രക്ക് വിറ്റത്? 10 million. 10ന് വിറ്റത്. അപ്പൊ 10 into 10 divided by 12.4. ഇത് ഏതിന്റെ കിട്ടി നമുക്ക്? 8.06 is for what മക്കളെ? Product. പ്രൊഡക്റ്റ്. സർവീസ് ഒരു Product. കൊല്ലത്തെടുക്കാലോ. Yes. സർവീസിന്റെ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതൊന്നും ഓർത്ത് വെച്ചോളോട്ടെ. 8.06. ഓക്കെ. ഇനി സർവീസിന്റെ കേസ് വരുമ്പോ 2.4 അല്ലായിരുന്നത്? Yes. അപ്പൊ 10 into 2.4 divided by 12.4. 12.4. അപ്പൊ എത്ര വരും? 1.93 വരും, which is for 3 years divided by 3 എന്ന് പറയുമ്പോ ഒരെണ്ണത്തിന് 0.64 വരും. ഓക്കെ അല്ലേ? Yes. അപ്പൊ 8.06 പ്ലസ് 0.64 എന്ന് പറയുമ്പോ എത്ര വരും? 8.71. 8.7. 8.7. അപ്പൊ ഇവിടെ 8.7 ഏറ്റെടുത്ത് ഇതാണ്. ഓക്കെ അല്ലേ? Yes. ഇനി ഇത് ബണ്ടിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ഈസിയർ സാധനമായിരുന്നത് ഈ സ്റ്റാൻഡ് ലോൺ എന്നുള്ള വാക്കായിരുന്നു. ഓക്കെ അല്ലേ? So, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which is identify whether the following statements regarding S company's deferred income are true and false for the year ended 30 September 2013. അപ്പൊ sir, ഇവിടെ ആരോ ഒന്ന് ചാറ്റിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാൻ. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി കാണിക്കാം സ്ക്രാച്ച് പാഡിൽ. അപ്പൊ ഇവിടെ നമ്മള് രണ്ട് സാധനമാണ് എന്ത് ചെയ്യണത്, കൊടുക്കണത് മക്കളെ. ഒന്നൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്, ഒന്നൊരു സർവീസ് കൊടുക്കുന്നുണ്ട്. പ്രൊഡക്റ്റിന്റെ വില എന്ന് അവര് പറഞ്ഞത് was 10. സർവീസിന്റെ വില നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, വിച്ച് ഇസ് 0.8 into 3 year സർവീസ് ആയിരുന്നു, വിച്ച് വാസ് 2.4. അപ്പൊ നമ്മുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്
12.4 ആയിരുന്നു. ഓക്കെ അല്ലേ? Sir. ഈ സാധനം നമ്മൾ വിറ്റത് എത്രക്കായി പോയി? 10-ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ സോൾവ് ചെയ്യാറ് ഇത്? ഈ ഭാഗം എങ്ങനെ സോൾവ് ചെയ്യും മക്കളെ? Post പറഞ്ഞേ. multiplication. 10 into 10 by 12.4. 10 into 10 divided by 12.4. അടുത്തത് ഈ സെയിം സാധനം. ആകെ ഡിഫറൻസ് എന്തായിരിക്കും? 2.4. 2.4. 10-ന്റെ പകരം 2.4 വരും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ഫിഗേഴ്സ് എത്രയാണെന്നൊന്ന് പറയാമോ? 8.06 and 1.94. 8.06 സംതിങ് അല്ലേ? 1.94. 1.94. നമ്മളെല്ലാരും മനസ്സിലാക്കണം, പ്രോഡക്റ്റ് ആദ്യത്തെ കൊല്ലം തന്നെ എന്ത് ചെയ്യാം? കാണിക്കാം ഫുള്ളായിട്ട്. ഇത് വെച്ച് 3 year സർവീസ്. അതിന്റെ 1 year മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. കറണ്ട് കറന്റ് ഇയർ മാത്രമേ റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് 1.94 divided by 3 which is 0.64 അല്ലേ? അപ്പൊ 8.6 plus 0.64 എത്ര വരും? 8.7 വരും അല്ലേ മക്കളെ? Yes, sir. ഇപ്പൊ ഓക്കെ ആണോ? ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡൗട്ട് വെച്ചാള് ഓക്കെ. ഇനി ഡെഫേർഡ് ഇൻകത്തിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ട്രൂ ഓർ ഫോൾസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തിങ്, ദ ഡെഫേർഡ് ഇൻകം വിൽ ബി സ്പ്ലിറ്റ് ഈവൻലി ബിറ്റ്വീൻ ദി കറന്റ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ്. കറക്റ്റ് അല്ലേ? നമുക്ക് ഡെഫേർഡ് ഇൻകം ഉണ്ടെങ്കിൽ അത് 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഡെഫർ ചെയ്ത സാധനം ആണെങ്കിൽ 1 കൊല്ലത്തെ സാധനം കറന്റിലും 2ാമത്തെ കൊല്ലത്തെ സാധനം നോൺ കറന്റിലും അല്ലേ കാണിക്കുക? The costs associated with deferred income of speculate should be recognized in the statement of profit and loss at the same time as revenue is recognized. അപ്പൊ ഇവിടെ ഇവർ പറയണത് എന്താ? The cost associated with deferred income should be recognized in the statement of profit and loss at the same time revenue is recognized. ശരിയല്ലേ? Yes. അതും ട്രൂ വരണം. The deferred income can only be recognized as revenue by speculate when a signed written contract of service with a customer. അങ്ങനെ എന്തെങ്കിലും വേണോ? ഇല്ല. And When recognizing the revenue associated with service contract for speculate, the stage of its completion is irrelevant. ആണോ? കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണത്. അപ്പൊ സ്റ്റേജ് Yes. റെലവെന്റ് അല്ലേ? yes. അപ്പൊ ഇങ്ങനെയാണ് വരേണ്ടത്. ഇത്രയായിരുന്നു നമ്മുടെ മൊത്തം സെക്ഷൻ ബിയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ സെക്ഷൻ ബി ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നാളെ നമ്മൾ സെക്ഷൻ സിയും കൂടിയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളുടെ എന്തിൽ കാണിച്ചു തരാം? പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ മൊത്തം ചെയ്യുമ്പോൾ എക്സാമിന് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ?